നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സൂപ്പർ ഡ്രിങ്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ക്യാരറ്റാണ്. അപ്പോൾ വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും. ഇതിപ്പോൾ ചെറുതായതിൻ്റെ പേരിലാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു 4 ഈന്തപ്പഴമാണ്. ഈന്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. ഇനി നമുക്ക് ഈ ഈന്തപ്പഴം ഒന്ന് കുരു കളഞ്ഞിട്ടെടുക്കണം. അതുപോലെ തന്നെ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് അതിൻ്റെ ആ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതാ 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായി ചേർത്ത് കൊടുക്കുന്നില്ല, ഒരല്പം വെള്ളം ഞാൻ ബാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ വെള്ളം മതി. ഇത് ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നമുക്കിത് വെന്ത് വന്നാൽ മതിയാവും. ഇനി ഞാൻ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, അടിക്കൊന്നും പിടിക്കാതെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് അടിയിൽ പിടിക്കുക കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം ഏകദേശം ഒന്ന് വറ്റി വരട്ടെ. നന്നായിട്ട് വറ്റി ഉണങ്ങി വരേണ്ട ആവശ്യമില്ല, എങ്കിലും വെള്ളം ഒന്ന് വറ്റി വരണം. ഇപ്പം നമുക്ക് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. ഇതാ ഇവിടെ വെള്ളം ആവശ്യത്തിനൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനിത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് ആക്കി അരച്ചെടുക്കാനുള്ളതാണ്. കണ്ടോ, ഇത് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരുന്ന് തണുക്കട്ടെ, ഇതിങ്ങനെ ഇറക്കി വയ്ക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബ്ലെൻഡറിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് അടിച്ചെടുക്കാം. അതല്ല കുറച്ച് തരിതരിപ്പോട് കൂടി എടുത്താലും പ്രശ്നമില്ല. കാരണം നമ്മളിത് പീൽ ചെയ്ത് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് ഒരല്പം തരിയുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇത് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ നോമ്പുതുറ സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ. ഒരിക്കലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ നോമ്പ് ദിവസങ്ങളും ഇത് നമ്മൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമ്മൾ കുരി കളഞ്ഞിട്ട് മാറ്റി വെച്ച ഈന്തപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് പാലാണ്. ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാല് മുഴുവനായി ചേർത്ത് കൊടുക്കുന്നില്ല, പകുതി പാൽ ചേർത്തിട്ട് ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ. അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം ഇതൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാൽ കൂടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ താഴെയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. ഇത് രണ്ടും വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കാണാനായിട്ട് നല്ല അടിപൊളി കളറല്ലേ, കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് വേവിച്ച് അരച്ചെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ കളർ കിട്ടുന്നത് കേട്ടോ. ഇനി ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ മധുരമൊക്കെ നമുക്ക് പാകത്തിനുണ്ട്. ഇനി ഞാനിതൊരു 2 ഗ്ലാസ്സിലേക്കൊന്ന് പകരുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കശുവണ്ടി ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക്